ായിട്ടാണ് പറയുന്നത്. ഒരേ സമയം അറിവിനെയും പശു എന്ന് വെച്ചാൽ ഭൂമിയെയും പരിപാലിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. ഭഗവാനെ നിങ്ങൾ വിളിക്കുന്ന ഗോവിന്ദ ശബ്ദം കൊണ്ട് വിളിക്കും, ഗുരു ഈ ഭഗവാനെ ഗോപാല ശബ്ദം കൊണ്ട് വിളിക്കും. ഈ ഗോ എന്നുള്ള ശബ്ദം കൊണ്ട് തന്നെ അർത്ഥാക്കുന്നത് വെറും പശു അല്ല കേട്ടോ. നൃത്തം പഠിച്ചിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുക ഗോ എന്നുള്ള ശബ്ദത്തിന്റെ അർത്ഥം എന്താന്ന്. പശു എന്നുള്ളത് അതിന്റെ ഒരർത്ഥം മാത്രമാണ്. നിങ്ങൾ ഭഗവാനെ ഗോവിന്ദ ഗോപാല എന്ന് വിളിക്കുമ്പോൾ അതിന്റെ അർത്ഥം പശുക്കളെ നോക്കുന്നവനെന്ന് വാർത്തല്ല. ഗോ എന്ന ശബ്ദത്തിന് ഇന്ദ്രിയങ്ങൾ എന്നർത്ഥമുണ്ട്. ഗോ എന്ന ശബ്ദത്തിന് പ്രകാശം എന്നർത്ഥമുണ്ട്. എവിടെ നിന്നാണ് അർത്ഥം മാറുന്നത്? പശുക്കളെ നോക്കുന്നവൻ എന്നുള്ള ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ആധ്യാത്മികയുടെ താഴത്തെ തലത്തിലാണ്. എന്നാൽ ഇന്ദ്രിയങ്ങളെ നോക്കുന്നവൻ, ഇന്ദ്രിയങ്ങളെ പരിപാലിക്കുന്നവൻ എന്ന് വിളിക്കുമ്പോൾ അത് ആധ്യാത്മികതയുടെ മുകളിലെ തലത്തിലേക്ക് മാറി. എവിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ തെരഞ്ഞെടുപ്പാണ്, നമ്മുടെ ചോയ്സാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാനെ ഈ പശുക്കളുടെയൊക്കെ കൂടെ നടക്കുന്ന, വേദങ്ങളാവുന്ന പട്ടികളുടെ കൂടെ നടക്കുന്ന അങ്ങനെയും കാണാം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന ഗുരുഭാവത്തിലും ഭഗവാനെ കാണാം. രണ്ടാമത് കാണുന്നതാണ് ഭഗവാന് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കാനുള്ളത്, എനിക്ക് ഇവിടെ വന്നപ്പോൾ വലിയ സന്തോഷമായത് കുറേ കുട്ടികളെ കണ്ടു ഭഗവാന്റെ പല്ലൊക്കെ അലങ്കരിക്കുന്നു, ഭഗവാന് വേണ്ടിയിട്ടുള്ള സേവ ചെയ്യുന്നു. നമുക്ക് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ദക്ഷിണയാണ് വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് ഭഗവാൻ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക. സ്വന്തം പാരമ്പര്യത്തെ പിന്തുടരുക, അല്ലാതെ എവിടെയോ ആനന്ദം ഇരിക്കുന്നു എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ഓടാൻ നിൽക്കരുത്. ഇവിടെ കിട്ടാത്ത ഒന്നും നിങ്ങൾക്ക് എവിടെ പോയാലും കിട്ടില്ല. ഞാൻ ഇവിടെ ഭഗവാൻ മുമ്പിൽ നിന്നിട്ടാണ് പറയണേ. നോട്ട് ഈവൻ ഗുരുവായൂർ, അല്ലെങ്കിൽ കാശി, അല്ലെങ്കിൽ വാരണാസി, അല്ലെങ്കിൽ ദ്വാരക, നിങ്ങൾ എവിടെ ഓടിയിട്ടും കാര്യമില്ല. നിങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല. ഇവിടെ കിട്ടാത്ത ഒന്നും എവിടെ എടുത്തു വെച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ആധ്യാത്മികതയുടെ ബേസ്, അടിസ്ഥാനം. ഇതിനെ അഭിവൃദ്ധിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം ആത്യന്തികമായിട്ട്. സ്വന്തം നാട്ടിലെ സ്വന്തം ധർമ്മം അനുഷ്ഠിക്കുന്ന ക്ഷേത്രം, സ്വന്തം പിതൃക്കള്, വരുന്ന തലമുറ, ഇതിനെ മൂന്നിനെയും പരിപാലിക്കുന്നവനെ യഥാർത്ഥത്തിൽ സനാതന ധർമ്മ വിശ്വാസി എന്ന് പറയാൻ പറ്റുള്ളൂ. സ്വന്തം നാട്ടിലെ ആരാധനാ കേന്ദ്രം, സ്വന്തം തലമുറയിലെ പിതൃക്കള്, സ്വന്തം തലമുറയിലുള്ള കുട്ടികൾ, ഇതിനെ മൂന്നിനെ നോക്കുക. ഇതാണ് ഭഗവാന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ്. ഇത് മൂന്നും ചെയ്താൽ മതി. ഞാൻ ഗുരുവായൂരപ്പൻ എല്ലായിടത്തും പൊക്കി പിടിച്ച് നടക്കുന്ന ആളാണ്. ഇത് ഗുരുവായൂരപ്പൻ വളരെ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ട്. ഭഗവാൻ ചെയ്ത് കാണിച്ചിട്ടാണ് നമ്മളോട് പറയുന്നത് എന്നെ പോലെ ചെയ്യുമെന്ന്. നിങ്ങൾ ഗുരുവായൂർക്ക് വരും, ഇവിടുന്ന് പോരുണ്ടോ? നിങ്ങൾ ഗുരുവായൂരപ്പനെ തൊഴുന്ന സമയത്ത് ഗുരുവായൂരപ്പനെ തൊഴുത് കഴിഞ്ഞ് നിങ്ങൾ പ്രദക്ഷിണം വെച്ചിട്ട് താമരക്കണ്ണനെ തൊഴാൻ വേണ്ടി അടിയുണ്ടാക്കേണ്ട സ്ഥലമുണ്ട്. ഇപ്പോൾ ആ ഓവിന്റെ ഭാഗം, അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടൊരു മുറിയുണ്ട്. ഒരു നൃത്തം അറ എന്ന് പറയും, കേട്ടിട്ടുണ്ടാവും ചിലപ്പോൾ നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ. പറയുന്നത് ഭഗവാൻ അവിടെ വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാൻ നൃത്തം ചെയ്ത് പ്രത്യക്ഷപ്പെട്ട സ്ഥലം എന്നാ പറയാം. നല്ല വിശേഷമായിട്ടുള്ള സ്ഥലം. ആ സ്ഥലത്തിന് പ്രത്യേകത എന്താണെന്ന് അറിയാം നിങ്ങൾക്ക്? ഈ പറയുന്ന ഗുരുവായൂരപ്പൻ, ഈ പറയുന്ന ദത്താത്രേയൻ, ഭഗവാൻ സാക്ഷാൽ നാരായണൻ വർഷത്തിൽ 2 തവണ 2 അച്ഛനമ്മമാർക്ക് വേണ്ടി അവിടെ ശ്രാദ്ധ നടത്തുന്നുണ്ട്. ഭഗവാൻ സ്വയം ട്ടോ. അത് നിങ്ങൾ കരുതുന്ന പോലെ വസുദേവർക്കും ദേവകിക്കും വേണ്ടിയിട്ടോ നന്ദഗോപർക്കും യശോദയ്ക്കും വേണ്ടിയിട്ടൊന്നല്ല. ഭഗവാന്റെ പേരിൽ ഭഗവാനെ നന്നായിട്ട് ഉപാസിച്ചിരുന്ന 2 ഫാമിലി, ഒരു തമിഴ് ഫാമിലി, ഒരു തമിഴ് ബ്രാഹ്മൺ ഫാമിലിയാണ്, ഒരു കേരള ബ്രാഹ്മൺ ഫാമിലിയാണ്. അവർ രണ്ടുപേരും ഭഗവാൻ മാത്രമാണ് കുട്ടി എന്ന് കരുതി ജീവിച്ചു. അവർ മരിച്ചുപോയ സമയത്ത് എല്ലാ സ്വത്തും ഗുരുവായൂർക്ക് എഴുതി വെച്ചു. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് ഭഗവാൻ അവരുടെ മകന്റെ സ്ഥാനാന്നാണ്. ഓർത്തു, മകൻ അച്ഛനമ്മമാർക്ക് വേണ്ടി ശ്രാദ്ധ കൂട്ടുന്നതാണ് അതിന്റെ അർത്ഥം. അത് ആ മുറിയിൽ വെച്ചിട്ട് നടക്കുക. എന്താ ഭഗവാന് ഷോർട്ട് കട്ട് അറിയായിരുന്നില്ലേ? ഗയയിൽ പോയി സമർപ്പിച്ചാൽ പോരെ? എന്താ ഈ മറ്റേ തിരുനെല്ലി പോയാൽ പോരെ? ഇത് ഭഗവാൻ അറിഞ്ഞിട്ടാണോ? എന്തുകൊണ്ടാണ് ഭഗവാൻ എല്ലാ വർഷവും ചെയ്യണേ? ഇറ്റ്സ് എ ടൈം ടു റിമെമ്പർ ദം. അവരെ ഓർക്കാനുള്ള സമയമാണത്. മനസ്സുണ്ടെങ്കിൽ ഓർക്കാനുള്ള സമയം പിതൃക്കളെ. അത് ഭഗവാൻ സ്വയം ചെയ്യാൻ പഠിപ്പിക്കുന്നു, പിതൃക്കളെ ആരാധിച്ചുകൊണ്ട്. ഈ കഴിഞ്ഞില്ല. ഭഗവാൻ വരുന്നതിന് മുമ്പ് അവിടെ ഇരിക്കുന്ന ഒരു ഭഗവതി ഉണ്ട്. ആ ഭഗവതി നിങ്ങൾ പോയി തൊഴുന്നത് എടത്തരികത്ത് കാവ് ഭഗവതി, എടത്തരികത്ത് കാവിലമ്മ, ഗുരുവായൂർ വടക്കേ ഭാഗത്ത് പോയി തൊഴുന്ന ഭഗവതി. ഗുരുവായൂരപ്പന് നിത്യോത്സവം എന്ന് പറയും, എങ്കിലും ഗുരുവായൂരപ്പന് ഉത്സവം വർഷത്തിൽ ഒന്നേ ഉള്ളൂ, ഒറ്റുത്സവം ഉള്ളൂ. എന്നാൽ ഭഗവതിക്ക് ഭഗവാൻ 2 ഉത്സവം നടത്തണം എല്ലാ വർഷവും. ദേവസ്വം താലപ്പൊലിയും പിള്ളേര് താലപ്പൊലിയും 2 കൊടുത്തു. എന്തിന്? തന്റെ പരമ്പരയായിട്ട് താൻ ആരാധിച്ചു വന്നിരുന്ന ദേവിക്കാണ് കൂടുതൽ, തന്നേക്കാൾ പ്രാധാന്യം എന്ന് ഭഗവാൻ അറിയാമായിരുന്നു. ഹരസിദ്ധി എന്ന് വിളിക്കും. ഭഗവാൻ ഇപ്പോഴും ദ്വാരകയിൽ നിങ്ങൾ പോയാൽ കാണാം, ഭഗവാൻ സ്ഥാപിച്ച ക്ഷേത്രമുണ്ട് അവിടെ, ദേവിയുടെ അമ്പലം. ആ ദേവിയായി എടുത്തിരിക്കുന്നതാണ് ഭഗവാൻ പറയുന്നത്. തനിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ പ്രിവിലേജ് സ്വന്തം ആരാധനാമൂർത്തിക്ക്, താൻ കാലങ്ങളായിട്ട് ആരാധിച്ചു വന്നിരുന്ന ദേവതയ്ക്ക് കൊടുക്കണം. അത് ഭഗവാൻ പ്രത്യക്ഷത്തിൽ ചെയ്ത് കാണിക്കുന്നില്ലേ? ഇതാ നോക്കൂ, വൃശ്ചികമാസം വരാൻ പോകുന്നു, അയ്യപ്പസ്വാമി മാളികപ്പുറത്തുനിന്ന് ഭഗവാൻ ആരാധിക്കുന്ന ദേവിയാണ്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്?
നമ്മുടെ ദൈവങ്ങളൊക്കെ, നമ്മുടെ ഈശ്വരന്മാരൊക്കെ പഠിപ്പിച്ചത് ഇതാണ്. എന്ത്? പിതൃക്കളെ നിങ്ങൾ ബഹുമാനിക്കൂ, നിങ്ങളുടെ പരമ്പരാഗതമായിട്ടുള്ള ആരാധനാ രീതിയെ നിങ്ങൾ ബഹുമാനിക്കൂ, വരുന്ന തലമുറയിലുള്ള കുട്ടികൾക്ക് നിങ്ങൾ ഇത് പറഞ്ഞു കൊടുക്കും. ഇത്രയും ചെയ്താൽ തന്നെ ദത്താത്രേയന്റെ എല്ലാ അനുഗ്രഹവും നിങ്ങൾക്ക് ഉണ്ടാവും. അത് ആർക്കെങ്കിലും ചില തോന്നലുകൾ ഉണ്ടാവും എന്ന് വിചാരിക്കുക. ഇപ്പൊ ഭഗവാനെ പ്രാർത്ഥിച്ച് നല്ല സന്താനങ്ങളൊന്നും ഉണ്ടാവുന്നില്ലല്ലോ, അല്ലെങ്കിൽ ജോലി ലഭിക്കുന്നില്ലല്ലോ, അല്ലെങ്കിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാവുന്നില്ല, എല്ലാ സമയത്തും കടം തന്നെയാണല്ലോ. നോക്കൂ, ഈ ഇതിനെയൊക്കെ ഭഗവാൻ ഗുരുവാണ്. ഗുരു അതിന്റെ അറിവേ തരുള്ളൂ. പ്രവർത്തിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. പ്രവർത്തിക്കാതെ നിങ്ങൾ കൈയും കെട്ടി ഇരുന്ന് കഴിഞ്ഞാൽ ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. വിശ്വാസത്തോടു കൂടി ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അതിനുവേണ്ടി പണിയെടുക്കാൻ നമ്മൾ തയ്യാറാവണം. നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് എടുക്കാം. ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് ട്രീറ്റ്മെന്റ് എടുക്കാൻ പാടില്ലെന്ന് ആരാ പറഞ്ഞേ? ഇന്നലെ ഒരു കഥ പറഞ്ഞു കേട്ടത് ഇന്നലെ സ്വശ്നാമ പറയുന്നുണ്ടായിരുന്നു. ഒരിക്കല് ഭഗവാനെ കാണാനായിട്ട് യമധർമ്മൻ വൈകുണ്ഠത്തിലേക്ക് വന്ന സമയത്ത് അവിടെ ഒരു കിളി, ഒരു തത്ത, കേട്ടിട്ടുണ്ടാവില്ല നിങ്ങൾ? ഒരു തത്തയെ കണ്ടു ഇത്രേ ഒരു കൂട്ടിനകത്ത്. അപ്പൊ യമധർമ്മൻ അതിനെ നോക്കി ചിരിച്ചു എന്നാണ്. അപ്പൊ ഈ ചിരി കണ്ടപ്പോ ഗരുഡന് തോന്നി ഇത്ര ഇതിന്റെ സമയമായി, ഇതിനെ കൊണ്ടുവരായി, അതിനെ അദ്ദേഹം വന്നേക്കണെന്ന്. അപ്പൊ ഗരുഡൻ തന്റെ വംശത്തിലുള്ള ഒരു കിളിയല്ലേ എന്ന് കരുതിയിട്ട് അതിനെ എടുത്ത് 7 കടലും കടന്ന് അതിനപ്പുറത്തുള്ള ഒരു മരത്തിന്റെ പൊത്തിൽ കൊണ്ടേ വെച്ചു ഇത്രേ. എന്നിട്ട് തിരിച്ച് വീണ്ടും വൈകുണ്ഠത്തിൽ വന്നിരുന്നു എന്നാണ്. യമധർമ്മൻ പോകുന്ന സമയത്ത് വീണ്ടും ആ കൂട്ടിലേക്ക് നോക്കിയപ്പോ കൂട്ടിൽ തത്തയില്ല, ചിരിച്ചു എന്നാണ്. അപ്പൊ ഗരുഡൻ പറഞ്ഞു ഇത്ര, അങ്ങക്ക് കിട്ടിയില്ല അല്ലേ, വിഷമായല്ലേ എന്ന് പറഞ്ഞപ്പോ പറഞ്ഞു എന്നാണ്. എന്ത്? ആ തത്തയ്ക്ക് ഒരു യോഗം ഉണ്ടായിരുന്നു, 7 കടലും കടന്ന് അതിന്റെ അപ്പുറത്തുള്ള ഒരു മരത്തിലെ പാമ്പ് കൊത്തി മരിക്കാൻ, അതിനെ കൊണ്ടുവച്ചു എന്നാണ്. ഈ വിധി എന്ന് പറയുന്നത് സംഭവിക്കും, പക്ഷെ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മുടെ കയ്യിലായിരിക്കണം. അതിന് എന്ത് വേണം? അറിവ് വേണം. ഹൗ ടു ഹാൻഡിൽ. കുട്ടി മരിച്ചു പൂന്താനത്തിന്റെ, അത് ഫാക്റ്റാണ്, അത് വിധിയാണ്, അത് മറികടന്നില്ലല്ലോ ഭഗവാൻ അനുഗ്രഹം കൊണ്ട്. പക്ഷെ ആ കുട്ടി മരിച്ച സംഭവത്തെയും അനുഗ്രഹമായിട്ട് എടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി പറയാനുള്ള അറിവുണ്ടായി. അറിവ് അത് വെറുതെ ഇരുന്നുണ്ടാവില്ല. അതിനെന്ത് വേണം? ഒരു ഗുരുവിന്റെ കയ്യിൽ നിന്ന് അറിവ് കിട്ടണം. ഭാരതീയ സങ്കല്പത്തിൽ ഗുരുവിന്റെ ബ്രഹ്മത്തിന്റെ സ്ഥാനം. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ദേവ മഹേശ്വര. ഗുരുവാണ് ബ്രഹ്മം. ഏത് സാഹചര്യത്തെയും എങ്ങനെ നോക്കിക്കാണണം എന്നുള്ള അറിവ് തരുന്നവനാണ് ഗുരു. ഗീത ഉപദേശിക്കുന്ന ഗുരുവായൂരപ്പൻ ഗുരുവാണ്, ദത്താത്രേയൻ ഗുരുവാണ്, ദക്ഷിണാമൂർത്തി ഗുരുവാണ്, സുബ്രഹ്മണ്യ സ്വാമി ഏറ്റവും വലിയ ഗുരുവാണ്. അച്ഛന് പോലും ഗുരുനാഥനായവനാണ്. അതുകൊണ്ടാണ് സ്വാമിനാഥൻ എന്ന് വിളിക്കുന്നത്. അച്ഛന് വേദം പറഞ്ഞു കൊടുത്തത്. ഇവരെല്ലാവരും ആത്യന്തികമായിട്ട് പറഞ്ഞു തരുന്നത് എന്താ? അറിവാണ്. നമ്മുടെ വിചാരം ഇവരിങ്ങനെ കൈയാക്കി കഴിഞ്ഞാൽ നമുക്കൊക്കെ കിട്ടുന്നതാണ്. അതല്ല, ആ കയ്യിലൂടെ നമുക്ക് കിട്ടേണ്ടത് ജ്ഞാനമാകുന്ന അനുഗ്രഹമാണ്. അത് ഗുരുവായൂരപ്പനും മഹാദേവനും ദത്താത്രേയനൊക്കെ തന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് പാത്രം കമിഴ്ത്തി വെക്കാതെ തുറന്നു വെക്കുക. തുറന്നു വെക്കാനുള്ള ചിന്തയാണ് നാമജപത്തിലൂടെയും ക്ഷേത്രാരാധനയിലൂടെയും. ഇവിടെ വന്ന് നിങ്ങൾ ഭഗവാന് നൈവേദ്യം കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മുടെ മനസ്സിലുള്ള ആ പാത്രം പതിയെ പതിയെ തുറക്കും. അത് തുറക്കാൻ അതൊക്കെ ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ പൂർവാധികം ശക്തിയോടുകൂടി വീണ്ടും ചെയ്യാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് നിങ്ങൾ ചെയ്യാത്ത ഒന്നും ചെയ്യരുതെന്ന് പറയാൻ എനിക്ക് നിങ്ങൾക്കില്ല. കാരണം നിങ്ങൾ ഭംഗിയായിട്ട് നോക്കി നടത്തുന്നുണ്ട്. പക്ഷെ നമ്മളോടുകൂടി ഇതൊന്നും അവസാനിക്കുന്നില്ല എന്നുള്ള